നമസ്കാരം. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തം ശിക്ഷ. 1 ലക്ഷം രൂപയും പിഴയായി കോടതി ശിക്ഷ വിധിച്ചു. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PN വിനോദാണ് ശിക്ഷ വിധിച്ചത്. ഡ്യൂട്ടിയിലുള്ള ഡോക്ടറെ കൊലപ്പെടുത്തിയ കേസ് എന്ന നിലയിൽ ഏറെ പൊതുജന ശ്രദ്ധയെ ആകർഷിച്ച കേസായിരുന്നു ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസ്. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡോക്ടർമാരെയും സാക്ഷികളായി വിസ്തരിച്ചു. പ്രതി സന്ദീപിന് വധശിക്ഷ നൽകണമെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. പരമാവധി കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന് വാദപ്രതിവാദത്തിനിടെ പ്രതി ആവശ്യപ്പെട്ടിരുന്നു. പ്രതി സന്ദീപിന് വധശിക്ഷ നൽകണമെന്നും അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. ചെയ്ത കുറ്റത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണെന്നും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നുമായിരുന്നു സന്ദീപിന്റെ ആവശ്യം. 2023 മെയ് 10 പുലർച്ചെയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ക്രൂരകൃത്യം അരങ്ങേറുന്നത്. ശിക്ഷ വിധിക്കുമ്പോൾ കൊല്ലപ്പെട്ടത് ആരെന്ന് കോടതി പരിഗണിക്കണമെന്നും വന്ദനയുടെ പ്രായം ഉൾപ്പെടെ കണക്കിലെടുക്കണമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത്. ചികിത്സയ്ക്ക് വന്ന പ്രതിക്ക് വേണ്ട ചികിത്സ നൽകിയാണ് വന്ദന ചെയ്തത്. സർക്കാർ ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുള്ള ആളായിരുന്നു വന്ദന. നടന്നത് ക്രൂര കൊലപാതകമാണ്. ശരീരത്തിൽ 23 കുത്തുകളേറ്റിരുന്നു. പ്രതി ചെയ്തത് അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കണമെന്നും ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്ക് നേരെയുണ്ടായ ക്രൂര കൊലപാതകമാണിതെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസമാണ് കോടതി കണ്ടെത്തിയത്. കൊലപാതകം, വധശ്രമം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഉൾപ്പെടെ പോലീസ് ചുമത്തിയ കുറ്റങ്ങളിലെല്ലാം പ്രതി കുറ്റക്കാരനെന്നാണ് കോടതി കണ്ടെത്തിയത്. കരുതിക്കൂട്ട് ചെയ്തതല്ലെന്നും പെട്ടെന്നുണ്ടായ മാനസിക പ്രശ്നങ്ങളെ തുടർന്നാണ് അതിക്രമം നടത്തിയതെന്നുമായിരുന്നു പ്രതിഭാഗം വാദം. സന്ദീപിന് പ്രശ്നങ്ങളില്ലെന്ന മെഡിക്കൽ റിപ്പോർട്ട് നേരത്തെ തന്നെ മെഡിക്കൽ ബോർഡ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. വിധി കേൾക്കാൻ വന്ദനയുടെ അച്ഛനും അമ്മയും കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരും കോടതിയിലെത്തിയിരുന്നു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കലാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്. 70 സാക്ഷികളും 27 രേഖകളും 23 തൊണ്ടി മുതലുകളുമാണ് പ്രതാപ് ജി പടിക്കൽ കോടതിയിൽ ഹാജരാക്കിയത്. വൈദ്യശാസ്ത്ര രംഗത്തെ വിവിധ മേഖലകളിലെ 35 ഡോക്ടർമാരെയാണ് കേസിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. കൃത്യത്തിന്റെ തൊട്ട് മുൻപ് പ്രതി സ്വന്തം മൊബൈൽ ക്യാമറയിൽ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങളും പ്രോസിക്യൂഷൻ തെളിവായി കോടതിയിൽ ഹാജരാക്കി. കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് DSP MM ജോസ് ചുമതല ഏറ്റെടുത്തതോടെ അന്വേഷണം പൂർത്തിയാക്കി 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാൻ സാധിച്ചു. ചികിത്സയ്ക്കിടെ അക്രമാസക്തനായ സന്ദീപിന്റെ കുത്തേറ്റ് മെയ് 10 ഹൗസ് സർജനായ വന്ദനാദാസ് കൊല്ലപ്പെടുന്നത്. 8 പോസ്റ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കൊട്ടാരക്കര സ്റ്റേഷനിലെ ASI മണിലാൽ, പൂയപ്പള്ളി സ്റ്റേഷനിലെ ഹോംഗാർഡ് അലക്സ് കുട്ടി, സന്ദീപിന്റെ അയൽവാസിയും CPM ഓടാനവട്ടം ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന ബിനു എന്നിവർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. നെടുമന UP സ്കൂൾ അധ്യാപകനായ സന്ദീപ് കാഷ്വാലിറ്റി ഡ്രസ്സിംഗ് റൂമിലെ കത്രിക ഉപയോഗിച്ചായിരുന്നു ആക്രമിച്ചത്. വന്ദനാദാസിനെ കൊട്ടാരക്കര വിജയ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. സ്ഥിരമായി മദ്യപിക്കുമായിരുന്ന സന്ദീപ് ഭാര്യയുമായി പിണങ്ങി കഴിയുകയായിരുന്നു. സംഭവ ദിവസം രാത്രി ഇയാൾ പ്രദേശവാസികളുമായി വഴക്കുണ്ടാക്കി. തന്നെ ആരോ വധിക്കാൻ ശ്രമിക്കുന്നതായി രാത്രി 1 പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചു പറഞ്ഞു. പൂയപ്പള്ളി പോലീസ് പുറപ്പെട്ടെങ്കിലും സന്ദീപിന്റെ ഫോൺ ഓഫായതിനാൽ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പുലർച്ചെ 4 വീണ്ടും സന്ദീപ് കൺട്രോൾ റൂമിൽ ബന്ധപ്പെട്ടു. തുടർന്ന് ഗ്രേഡ് SI ബേബി മോഹനനും അലക്സ് കുട്ടിയും സ്ഥലത്തെത്തി. സന്ദീപിന് കാലിന് പരിക്കേറ്റതിനാൽ സന്ദീപിന്റെ ബന്ധു രാജേന്ദ്രൻ പിള്ളയും ബിനുവിനെയും കൂട്ടിയാണ് പോലീസ് ആശുപത്രിയിലെത്തുന്നത്. കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹൗസ് സർജന്മാരായ വന്ദനയും ഷിബിനുമായിരുന്നു ഇയാളെ പരിശോധിച്ചത്. മുറിവ് വൃത്തിയാക്കാനായി ഡ്രസ്സിംഗ് റൂമിലേക്ക് അയച്ചു. എക്സ്റേ എടുക്കാനും നിർദ്ദേശിച്ചു. മുറിവ് വൃത്തിയാക്കി ഇറങ്ങിയ ഉടൻ സന്ദീപ് പ്രകോപിതനായി രാജേന്ദ്ര പിള്ളയെ ചവിട്ടി താഴെയിട്ട ശേഷം ഡ്രസ്സിംഗ് റൂമിലുണ്ടായിരുന്ന കത്രിക എടുത്ത് ബിനുവിനെ കുത്തി. തടയാനെത്തിയ അലക്സ് കുട്ടിയുടെ തലയ്ക്ക് തുടർച്ചയായി കുത്തി. ബേബി മോഹനെയും ആക്രമിക്കാൻ ശ്രമിച്ചു. ആക്രമണത്തിൽ സ്തംഭിച്ചു നിന്ന വന്ദനാദാസിനെ സന്ദീപ് ഒബ്സർവേഷൻ റൂമിൽ വെച്ച് പിടലിയും തലയ്ക്കും തുടർച്ചയായി കുത്തുകയായിരുന്നു. നിലത്ത് വീണപ്പോൾ തറയിലിട്ടും കുത്തി. പുറത്ത് മാത്രം 6 കുത്താണ് വന്ദനയ്ക്കേറ്റത്. ഷിബിൻ ഓടിയെത്തി പിന്നീട് ഇയാളെ തള്ളി മാറ്റുകയായിരുന്നു. കൊട്ടാരക്കര സ്റ്റേഷനിൽ നിന്നെത്തിയ പോലീസുകാരും ആശുപത്രി ജീവനക്കാരും ചേർന്നാണ് പ്രതിയെ അന്ന് കീഴ്പ്പെടുത്തിയത്.